നമസ്കാരം. മനുഷ്യബന്ധങ്ങളുടെ ആഴവും പരപ്പും ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിയ ഈ ആധുനിക യുഗത്തിൽ പ്രണയത്തിലും സൗഹൃദത്തിലും പടർന്നു പിടിക്കുന്ന ഏറ്റവും മാരകമായ ഒന്നാണ് ഗോസ്റ്റ് ലൈറ്റിംഗ്. പുറമേക്ക് യാതൊരു ലക്ഷണവും കാണിക്കാതെ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെയും മാനസിക ആരോഗ്യത്തെയും ഇഞ്ചിഞ്ചായി തകർത്ത് കളയുന്ന നിഗൂഢമായ ഒരു വഞ്ചന തന്ത്രമാണിത്. ബന്ധങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും ദോഷകരമായ രണ്ട് മനഃശാസ്ത്രപരമായ പ്രവണതകൾ ചേർന്നാണ് ഈ പുതിയ വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ഗോസ്റ്റിംഗ് എന്ന നിശബ്ദമായ പിന്മാറ്റവും ഗ്യാസ് ലൈറ്റിംഗ് എന്ന കടുത്ത മാനസിക കൃത്രിമത്വവും ചേർന്നതാണ് ഈ വാക്കുകൾ. ഒരു മുന്നറിയിപ്പ് നൽകാതെ യാതൊരു കാരണവുമില്ലാതെ പ്രണയത്തിൽ നിന്നോ സൗഹൃദത്തിൽ നിന്നോ പെട്ടെന്നൊരാൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന ക്രൂരമായ രീതിയാണ് ഗോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന ആൾ അടുത്ത നിമിഷം മാഞ്ഞു പോകുന്ന അവസ്ഥ. ഈ രണ്ട് തന്ത്രങ്ങളും ഒന്നിച്ച് ഒരു വ്യക്തിയിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് അനുഭവിക്കുന്ന ആളുടെ ജീവിതം ഒരു ജീവച്ഛവത്തിന് തുല്യമായി മാറുന്നു. ഇതൊരു തികഞ്ഞ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഇന്നലെ വരെ നിങ്ങളോട് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹവും ആത്മാർത്ഥതയും കാണിച്ച് നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും പങ്കാളിയായ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങുന്നു. ഫോൺ കോളുകൾക്ക് മറുപടിയില്ല, മെസ്സേജുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുമ്പോഴും നിങ്ങളുടെ സാന്നിധ്യത്തെ മാത്രം അവർ അദൃശ്യമാക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ താൻ ചെയ്ത തെറ്റെന്താണെന്ന് ചിന്തിച്ച് നിങ്ങൾ സ്വയം ഉരുകാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ശൂന്യതയും വിങ്ങലും വേദനയും ബാക്കിയാക്കി അവർ ആ അദൃശ്യ രൂപത്തെ പോലെ ഒളിച്ചു കളിക്കുന്നു. എന്നാൽ കഥയിലെ യഥാർത്ഥ നിഗൂഢതയും ക്രൂരതയും ആരംഭിക്കുന്നത് ഇവിടെയാണ്. ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ട ഈ കൊടിയ നിശബ്ദതയ്ക്ക് ശേഷം ഈ വ്യക്തി യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. മുൻപ് നടന്ന അവഗണനയെക്കുറിച്ച് നിങ്ങൾ വേദനയോടെയോ ആക്രോശത്തോടെയോ ചോദ്യം ചെയ്യുമ്പോൾ അവർ വളരെ ലാഘവത്തോടെ അത് പാടെ നിഷേധിക്കും. ഞാൻ എപ്പോഴാണ് നിന്നെ ഒഴിവാക്കിയത്? നീ ഒരു ഭ്രാന്തിയെപ്പോലെ അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ സംസാരിക്കാതെ, നിനക്ക് വെറുതെ തോന്നുന്നതാണ്, നിന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്താണ്, നീയല്ലേ എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വാക്കുകളിലൂടെ അവർ സത്യത്തെ പൂർണ്ണമായും വളച്ചൊടിക്കുന്നു. ഇവിടെ ഗോസ്റ്റിങ്ങിന് തൊട്ടു പിന്നാലെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന വിഷം കൂടി അവർ നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ്. ഇവിടെയാണ് ഭയപ്പെടുത്തുന്ന ആ മനഃശാസ്ത്രം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ക്രമേണ ഇരയാക്കപ്പെടുന്ന വ്യക്തി സ്വന്തം ഓർമ്മശക്തിയെയും യുക്തിയെയും ചിന്തകളെയും വരെ സംശയിക്കാൻ തുടങ്ങും. ശരിക്കും എൻ്റെ ഭാഗത്താണോ തെറ്റ്? അവർ പറഞ്ഞതുപോലെ എനിക്ക് വെറുതെ തോന്നിയതാണോ? ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ എന്ന ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഒരു വൻ ചുഴലിക്കാറ്റായി മാറും. താൻ ജീവന് തുല്യം സ്നേഹിച്ച വ്യക്തിക്ക് മുമ്പിൽ എപ്പോഴും കുറ്റബോധത്തോടെ ജീവിക്കേണ്ടി വരികയും ഒടുവിൽ സ്വന്തം ആത്മവിശ്വാസവും സ്വാഭിമാനവും പൂർണ്ണമായും തകർന്ന് മറുപക്ഷത്തുള്ള ചൂഷകന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരികയും ചെയ്യുന്ന അതിഭീകരമായ അവസ്ഥയാണിത്. ബന്ധം നിലനിർത്താൻ വേണ്ടി ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും ഇര നിരന്തരം മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കും. തൊട്ടടുത്തുള്ള മനുഷ്യൻ്റെ മനസ്സിനെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ നിഗൂഢ വിഷം ഇന്ന് പല പ്രണയ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുകയാണ്. ഇത് തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി. സ്നേഹമെന്നത് പരസ്പര ബഹുമാനത്തിലും സുതാര്യതയിലുമാണ് കെട്ടിപ്പടുക്കേണ്ടത്. ഒരു വ്യക്തി നിങ്ങളുടെ മാനസിക സമാധാനം കെടുത്തുകയും നിങ്ങളുടെ സ്വന്തം ചിന്തകളെ പോലും സംശയിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ളത് സ്നേഹമല്ല, മറിച്ച് ക്രൂരമായ മാനസിക ചൂഷണമാണ്. ഇത്തരം വിഷലബ്ധമായ ബന്ധങ്ങളിൽ നിന്നും സമയത്തിനിറങ്ങിപ്പോരുക എന്നത് നിങ്ങളുടെ അതിജീവനത്തിൻ്റെ ആവശ്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.